ഞാൻ സംസാരിച്ചത് സംയമനത്തെപ്പറ്റി, അവർ പറഞ്ഞതോ അടി അടി എന്ന്. നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. തലയും പുറവും പൊളിഞ്ഞ കുട്ടികളെ നവകേരളത്തിന് സംഭാവന ചെയ്ത മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ നുണയോ സത്യമോ എന്ന് ജനം തീരുമാനിക്കട്ടെ. ബസിനകത്ത് അല്ലിയാമ്പൽ കടവിൽ നീ മധുപകരൂ മലർച്ചൊരിയൂ, ദേവി ശ്രീദേവി എന്നീ മധുര ഗാനങ്ങൾ ആലപിക്കുകയായിരുന്നു മന്ത്രിമാർ എന്നാണ് ഇന്ന് ഒരു പത്രം റിപ്പോർട്ട് ചെയ്തത്. പാട്ട് തുടങ്ങുന്നത് ആന്റണി രാജു, മറ്റുള്ളവർ ഏറ്റുപാടും, മുഖ്യമന്ത്രി ആസ്വദിക്കും. ഈ സദസ്സാണ് നവകേരള സദസ്സായി പിന്നെ സ്കൂൾ പൊളിച്ചും കുട്ടികളെ പൊള്ളിച്ചും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പാട്ടിന് പക്കമേളം കൊട്ടാനാണ് ഗൺമാനും അകമ്പടിക്കാരും പിന്നെ പോലീസും KSUക്കാരന്റെയും യൂത്ത് കോൺഗ്രസുകാരന്റെയും മേൽ ചാടി വീഴുന്നത്. ഇതിനൊക്കെ പുറമെ ചങ്ങലയഴിച്ചുവിട്ട DYFIയുടെ പരാക്രമവും. എല്ലാം ഏറ്റുവാങ്ങുന്നത് VD സതീശൻ പറഞ്ഞ പോലെ ആരാന്റെ കുഞ്ഞുങ്ങൾ. അവർ അടിവാങ്ങുന്നത് രസിക്കുന്ന അല്ലിയാമ്പൽ കടവ് സംഘം. 36 ദിവസത്തെ അടിയുടെ പെരുന്നാളിന് അവസാനമായി. ഇനി വേണ്ടത് സമ്മാനദാനമാണ്. അതിനുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങി. അടിച്ചൊതുക്കിയ സംഘത്തിന് ഗുഡ് സർവീസ് എൻട്രി. ഗൺമാന് മിക്കവാറും എവർ റോളിംഗ് ട്രോഫിയും ഉണ്ടാകും. കൂലിത്തല്ല് സംഘമായി കേരള പോലീസിനെ മാറ്റിയതോ നവകേരള സദസ്സിന്റെ നേട്ടം. പോലീസ് സ്റ്റേറ്റായി കേരളത്തെ മാറ്റാൻ കുടപിടിച്ച ഇടതുപക്ഷത്തിന് കാലം കാത്തുവച്ച മറുപടി എന്താകും? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. എന്തിലേക്കുള്ള എൻട്രി? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും KN ഗോപിനാഥ്, കോൺഗ്രസിൽ നിന്ന് ജ്യോതികുമാർ ചാമക്കാല, രാഷ്ട്രീയ നിരീക്ഷകൻ NV ബാലകൃഷ്ണൻ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവരാണ് എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ KN ഗോപിനാഥ്, എന്തിനാണ് ഈ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത്? പോലീസുകാരുടെ ആത്മവീര്യം സംരക്ഷിക്കുക എന്നുള്ളത് ഭരിക്കുന്നൊരു ഗവൺമെൻറ്റിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ഉത്തരവാദിത്വമാണ്. 1966-69 പോലീസ് മാനുവലിൽ പോലീസിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം എങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ടതെന്ന് സംബന്ധിച്ച ആ മാനുവലിൽ 1, 2, 3 എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അത് റെക്കമെൻഡ് ചെയ്യേണ്ടവരാരൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന്. അത് LDFൻ്റെ കാലത്ത് മാത്രമല്ല, UDFൻ്റെ ഭരണകാലത്തും കേന്ദ്ര സർക്കാരും ഒക്കെ അത് ചെയ്തിട്ടുണ്ട്. ശ്രീ ഗോപിനാഥ്, ഇവരുടെ വീര്യം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് വീര്യം കുറവില്ല. അല്ല, ആ വീര്യത്തിനാണ് അവർക്ക് സമ്മാനം കൊടുത്തത്. സമ്മാനം കൊടുക്കാൻ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഏത് തരത്തിലുള്ള വീര്യത്തിന് ശ്രീ KN ഗോപിനാഥ്? ഞാൻ നിങ്ങൾ പറയുന്നത് ഈ പാവപ്പെട്ട പ്രതിഷേധിച്ച ജനാധിപത്യ വിശ്വാസികളെ തല്ലി ഒതുക്കിയതിന് പോലീസുകാർക്ക് അവാർഡെന്നാണ് നിങ്ങൾ കളിയാക്കി പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ജനാധിപത്യ സമരം കേരളത്തിലെ നവകേരള സദസ്സിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയോ കേരളത്തിനകത്ത്? നിങ്ങൾ ആളുകളെ വിഡ്ഢികളാക്കരുത്, മാധ്യമങ്ങൾ അതിന് കുടപിടിക്കരുത്. കേരളത്തിനകത്ത് നടന്നത് മുഴുവനും ചാവേറാക്രമണമാണ്. ചാവേറാക്രമണത്തിന് പോയി കഴിഞ്ഞാൽ നന്നായി അടികൊള്ളും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ പോലീസിനോ ഒന്നും സംഭവിക്കാനില്ല. നിയമപരമായി കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിയമത്തിൻ്റെ വഴി നോക്കട്ടെ. കേസ് അനുകൂലമായും പ്രതികൂലമായിട്ടുണ്ട്. ഗവർണറുടെ വാഹനത്തിന് മുമ്പിൽ ചാടിയവർക്കെതിരെയും കേസുണ്ട്. അതൊക്കെ പോലീസ് കേസെടുക്കുന്നുണ്ട്. അതൊക്കെ നടന്നോട്ടെ. പക്ഷേ ജനാധിപത്യ സമരമല്ല നടന്നത്. അവർ ഒരു വിമർശന സദസ്സുമായി വന്നല്ലോ കോൺഗ്രസ് എല്ലാ മണ്ഡലത്തിനകത്തും. അതൊക്കെ ന്യായമാണ്. അതൊരു ജനാധിപത്യ സമരമാണ്. അല്ലാതെ ബസ്സിനിടയിൽ ബസ് ഓടുന്ന വണ്ടിക്ക് മുമ്പിൽ ഒളിച്ചിരുന്നു കൊണ്ട് കരിങ്കൊടിയുമായിട്ട് ചാടി വീഴുന്നത് ജനാധിപത്യ സമരമാണ്. അത് കൃത്യമായി DYFIക്ക് എങ്ങനെ അറിയാം ശ്രീ ഗോപിനാഥ് ഇവരിവിടെ ഒളിച്ചിരിക്കുന്നു, ഇവരിപ്പോ ചാടി വീഴുമെന്ന്? അല്ലെന്നാ, DYFI ഒക്കെ ഈ നവകേരള സദസ്സ് സംരക്ഷിക്കാൻ വേണ്ടി നടന്നവരല്ലേ? ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരല്ലേ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് തൊഴിലാളി വർഗത്തിൻ്റെയും കർഷക ജനസാമാന്യത്തിൻ്റെയും യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും എല്ലാം ഒരു പ്രോഡക്റ്റാണ് ഈ ഗവൺമെന്റ്. അല്ല, ഇത് സർക്കാർ പരിപാടിയാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാണ് DYFIയുടെ സംരക്ഷണം വേണ്ടത്? അതല്ല, DYFIയുടെ സംരക്ഷണം അതല്ല. DYFIയുടെ സംരക്ഷണം ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഇതേപോലെ കല്യാശ്ശേരി മുതൽ ആക്രമണം നടന്നു. ആ കല്യാശ്ശേരി മുതൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ആക്രമണം നടന്ന്
ഒരു ആളപായം ഉണ്ടാക്കിക്കൊണ്ട് നവകേരള സദസ്സിൻ്റെ ഗ്രേസ് ഇല്ലാതാക്കാൻ വേണ്ടി ബോധപൂർവമായി കോൺഗ്രസ് ഒരു ആസൂത്രണ പരിപാടി നടത്തുകയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നവകേരള സദസ്സിനെതിരെ കൊട്ടിപ്പാട്ടുവാകും. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ നവകേരള സദസ്സ് നിർത്തിവെക്കേണ്ടി വരും. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളുടെ സൃഷ്ടിയാണ് എന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ DYFIക്ക് മാത്രമല്ല CPM പ്രവർത്തകർക്കടക്കം ഉത്തരവാദിത്വമുണ്ട്. അതിലേക്കൊന്നും വന്നില്ലല്ലോ, യഥാർത്ഥത്തിൽ അതിലേക്കൊന്നും കാര്യമായി വന്നില്ല. അങ്ങനെയെങ്കിൽ ശ്രീ കെ എൻ ഗോപിനാഥ്, എന്തിന് അങ്ങനെ ഈ സർക്കാരിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയവർക്കെതിരെ ഈ മനോവീര്യമുള്ള പോലീസ് വധശ്രമത്തിനടക്കം കേസെടുക്കണം? ഇത് DYFIക്കാർക്കെതിരെ എടുത്ത കേസിനെ പറ്റിയാണ് ചോദ്യം. അല്ല, ആർക്കും എതിരെ കേസെടുക്കാന്ന് പോലീസ് അന്വേഷണവും തെളിവും ആ കൃത്യത്തെ മനസ്സിലാക്കിക്കൊണ്ടല്ലേ കേസെടുക്കുന്നത്. അല്ല, അപ്പൊ DYFI നടത്തിയത് കുറ്റകരമായൊരു പ്രവർത്തനമാണ്. അല്ല, കുറ്റകരമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്തിരിക്കും. കുറ്റകരമായ പ്രവർത്തനമാണ്. അല്ല, ആണെങ്കിൽ കേസെടുത്തിരിക്കും. ആണോ ഇല്ലെന്നുള്ളത് ഞാൻ പരിശോധിച്ചിട്ടില്ല. അല്ലെന്നേ, അല്ല, ഒരു കൂട്ടരുടെ മാത്രം പ്രതിഷേധം ഈ പറയുന്ന ചാവേർ ആക്രമണമാണ്, കുറ്റകരമായ നീക്കമാണ് എന്നൊക്കെ മനസ്സിലാകുന്ന അത് താങ്കളിപ്പോ നവകേരള സദസ്സിന്റെ ബസ്സിലിരിക്കുകയല്ലോ അല്ലേ? അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ കാഴ്ചയിൽ. ഞാൻ ബസ്സിലിരിക്കുകയല്ല, ഞാൻ മാതൃഭൂമി സ്റ്റുഡിയോയിലിരിക്കുക. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ശ്രീ കെ എൻ ഗോപിനാഥ് പറയുന്നത് കേട്ടല്ലോ. പോലീസിന്റെ മനോവീര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗുഡ് സർവീസ് എൻട്രി. വേണു, ഇവിടെ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പോലീസിൻ്റെ മാനുവലിൽ പറയുന്നുണ്ട്. മെറിറ്റോറിയസ് സർവീസ് എൻട്രി കൊടുക്കുന്നതിനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. മെറിറ്റോറിയസ് സർവീസ് എൻട്രി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് CIമാർക്കും അതുപോലെ DYSP റാങ്കിലുള്ളവർക്കും ഒക്കെ കൊടുക്കേണ്ടത് IG ആണെന്നും, അതുപോലെ തന്നെ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ടത് ഹെഡ് കോൺസ്റ്റബിളിനും കോൺസ്റ്റബിളിനും ഒക്കെ, അതായത് ഇപ്പോഴത്തെ സിവിൽ പോലീസ് ഓഫീസർക്കും സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്കും ഒക്കെ DYSP റാങ്കിലുള്ളവരും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് SP റാങ്കിലുള്ളവരും കൊടുക്കണമെന്നും, DYSP ഉൾപ്പെടെയുള്ളവർക്ക് IG കൊടുക്കണമെന്നും, വിജിലൻസിലാണെങ്കിൽ അത് വിജിലൻസിൻ്റെ ഡയറക്ടറാണ് കൊടുക്കേണ്ടതെന്നും ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് സർവീസ് എൻട്രി സ്വാഭാവികമായും കാലാകാലങ്ങളിൽ ഇപ്പോൾ വിഷയങ്ങളിൽ നിന്നും നമ്മൾ മാറിക്കൊണ്ടല്ലോ. ഗുഡ് സർവീസ് എൻട്രി കാലാകാലങ്ങളിൽ കൊടുക്കാറുള്ളത് ഏതെങ്കിലും ഒരു കേസ്, ആ കേസിൻ്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കെ ആ കേസ് അന്വേഷണത്തിൽ ഒരു തുമ്പുണ്ടാക്കി ആ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ടീമിന് ഗുഡ് സർവീസ് എൻട്രിയും അതുപോലെ തന്നെ മറ്റ് പാരിതോഷികങ്ങളും ഒക്കെ നൽകാറുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രതിയെ പിടികിട്ടാപ്പുള്ളിയെ, വർഷങ്ങളായി പിടികിട്ടാതിരിക്കുന്ന ഒരു പിടികിട്ടാപ്പുള്ളിയെ ഒരു തുമ്പുണ്ടാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിൽ റിവാർഡ് കൊടുക്കാറുണ്ട്, അവർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാറുണ്ട്. ഇനി ഒരു വലിയ അത്യാഹിത നടക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നെങ്കിൽ, നമ്മളിപ്പോഴത്തെ ജീവൻ രക്ഷാ പ്രവർത്തനമല്ല, മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ പ്രവർത്തനമല്ല, ഒരു വലിയ അത്യാഹിതം നടക്കുന്ന സമയത്ത് ആ സ്പോട്ടിൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് മനുഷ്യജീവൻ, മുഖ്യമന്ത്രിയുടെ ജീവനല്ലേ, മുഖ്യമന്ത്രിയുടെ ജീവനല്ലേ ജ്യോതികുമാറെ? നിങ്ങളൊരു മോശമായിട്ട് കണക്കാക്കണം എന്തിനാ? ഗോപിനാഥേ, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്താണെന്ന് കേരളീയ സമൂഹം കേട്ടതാ. താങ്കൾക്ക് അത്രയും ഒന്നും വേവണ്ട, ഞാൻ പറയുന്നതുകൊണ്ട് കേൾക്കാദ്യം. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്താണെന്ന് കേരളീയ സമൂഹം മൊത്തം കേട്ടതാ. എന്നെക്കൊണ്ട് കൂടുതൽ പറയിക്കണ്ട, മനസ്സിലായില്ലേ? ഞാൻ അങ്ങോട്ട് പറയട്ടെ, അങ്ങോട്ട് കേട്ടാട്ടെ. അപ്പോൾ മുഖ്യമന്ത്രി വിഭാവനം ചെയ്യുന്ന ജീവൻ രക്ഷാ പ്രവർത്തനം അല്ല, മറിച്ച് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടേ പോകുന്നേ. താങ്കളുടെ ഔദാര്യവും താങ്കളുടെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ പറയാനാണ് വന്നിരിക്കുന്നത്, ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാനാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടേ പോകൂ. താങ്കളുടെ സഹായവും താങ്കളുടെ സപ്പോർട്ടൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനം, അത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ആ സ്പോട്ടിൽ വെച്ച് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചു വേണ്ടി വന്നാൽ നഷ്ടപ്പെടാമെന്ന രീതിയിലിരിക്കെ ഒരു ഇൻസിഡൻറ്റിൽ ഇടപെടുന്നതിനാണ് അത്തരത്തിൽ സംഭവങ്ങൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ 3 വിഷയങ്ങൾ പറഞ്ഞു. ഒന്ന്, പിടികിട്ടാപ്പുള്ളികളെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഒരു കേസിന് തുമ്പുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സ്വന്തം ജീവൻ പോലും അപായപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്നതിനും ഒരു ഇൻസിഡൻറ്റിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട്. ഈ സ്വാഭാവികമായി ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കീഴുദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ഗുഡ് സർവീസ് എൻട്രിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പാരിതോഷികങ്ങളോ ഒക്കെ നൽകാറുണ്ട്. അതിന് വ്യവസ്ഥ ഇപ്പോഴുമുണ്ട്. ഇവിടെ നമ്മുടെ മുമ്പിലെ ചോദ്യം, ഈ നവകേരള സദസ്സ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളം മുഴുവൻ ചുറ്റിയതിന് ശേഷം ഇതിലെ സ്തുത്യർഹമായ സേവനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഇടപെടലിൻ്റെ ഭാഗമായി അവർക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുണ്ടെങ്കിൽ അവരെയൊക്കെ അടിയന്തരമായി കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു സർക്കുലർ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഈ സർക്കുലർ വന്നത്
നോക്കൂ വേണു, ഞാൻ വേണുവിനോട് വളരെ സ്പെസിഫിക് ആയി പറയുന്നു, അതിലൂടെ കേരളീയ സമൂഹം കേൾക്കട്ടെ. ഈ സർക്കുലർ ഇറക്കിയത് പോലീസ് എന്ന് പറയുന്നത് ഒരു സേനയാണ്. ആ സേനയെ ക്രിമിനൽ വൽക്കരിച്ച് രാഷ്ട്രീയവൽക്കരിച്ച് ആ ക്രിമിനൽ വൽക്കരണത്തിനും രാഷ്ട്രീയവൽക്കരണത്തിനും കീഴടങ്ങിയ സഖാക്കൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഈ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. ഈ സർക്കുലർ ഇറക്കിയെന്ന് മാത്രമല്ല, ഈ സർക്കുലറിനെ സംബന്ധിച്ച് വാർത്ത പുറത്തു വന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ. ആ വാർത്ത പുറത്തു വന്നത് പോലും അസ്വാഭാവികതയുണ്ട്. സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സർക്കുലറിനെ സംബന്ധിച്ച് പുറത്ത് വാർത്ത വന്നത് ഉൾപ്പെടെ. കാരണം അതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, സർക്കാരിനോടൊപ്പം നിന്ന് സേന അവിടെ നിൽക്കട്ടെ, സേനയുടെ ഡിസിപ്ലിൻ അവിടെ നിൽക്കട്ടെ, അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ രാഷ്ട്രീയമായ ഇടപെടൽ, ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയമായ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന സേനാ അംഗങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന ഒരു മെസ്സേജ് കൊടുക്കാൻ, ആ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു ഗുഡ് സർവീസ് സെൻറ്ററുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കത്ത്, ഒരു സർക്കുലർ പുറത്തു വന്നിട്ടുള്ളത്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, ഈ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുണ്ട്, നിരവധി ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് ഒരുപാട് പേരുണ്ട്. ഏറ്റവും അവസാനം പോലീസിനെതിരായി കോടതിയുടെ ഇടപെടൽ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലെ അടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ വേണു, ഒരു സംശയവും വേണ്ട, മുഖ്യമന്ത്രിയുടെ ഗൺമാനെ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ മറ്റേതെങ്കിലും ഒരു നിയമം ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ ഗൺമാനെ കേരളത്തിൻ്റെ DGP ആക്കുന്നേ. കല്ലിയൂർ അനിൽകുമാറിനെ കേരളത്തിൻ്റെ DGP ആക്കി വെക്കൂ. കാരണം ഏറ്റവും നല്ല സേവനം നൽകിയിട്ടുള്ള അദ്ദേഹമാണ്, ഏറ്റവും നല്ല സേവനം നൽകിയിട്ടുള്ളത്. ADGP ആയിട്ട് ആ പൊട്ടക്കുഴിയിലുള്ള സന്ദീപിനെ വെക്കട്ടെ, അപ്പോൾ പൂർത്തിയാവും. ഇനി നന്നായി യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും തല്ലി DYFക്കാരെ പിടിച്ച് DYSPമാരായിട്ട് ഡയറക്റ്റായിട്ട് അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കട്ടെ. അത് ചെയ്താൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ആ രീതിയിലേക്കാണ് ഈ സംസ്ഥാന സർക്കാർ കേരള പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്. തങ്ങളുടെ ഏറാൻ മൂളികളായി നിൽക്കുന്നവരെ തങ്ങൾ എന്ത് വിധേനയും സഹായിക്കും, അവരെ പിന്തുണയ്ക്കും, അവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കും എന്ന് പറയുന്നതിലൂടെ, നേരത്തെ വേണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഉദ്യോഗസ്ഥരോട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്താ, ഒരുപാട് ഉദാഹരണം എനിക്ക് പറയാനുണ്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്. ആയിക്കോട്ടെ, അത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അങ്ങനെ റാൻ മൂളികളായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരങ്ങനെ നിൽക്കട്ടെ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ വളരെ സ്പെസിഫിക്കായി പോലീസ് സേന നിഷ്പക്ഷമായി കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് സേനയെ പരിധി വിട്ട് ജ്യോതിപ്പോ താങ്കൾ പറയുകയുണ്ടായല്ലോ ഡിവൈഎഫ്ഐക്കാരെ DYSPമാരാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ആത്യന്തികമായി എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളൊരു വശത്ത് ഇങ്ങനെ രാഷ്ട്രീയ പരിഹാസം മാത്രം ആണ് മുന്നോട്ട് വെക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഏകപക്ഷീയമായി ഈ സർക്കാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നല്ല സമരമാണ് നിങ്ങൾ കാഴ്ചവെച്ചത്, അതിനകത്ത് സംശയമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ ആ നവകേരള സദസ്സ് അവസാനിച്ചതിന് ശേഷം ഈ കല്യാശ്ശേരി മുതൽ കൊണ്ട അടിയുടെ മുഴുവൻ കണക്കുകൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? കോടതിയിലേക്കാണ്. സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യമായി കോടതിയെ സമീപിക്കാനാണ് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഒന്നാമത്, ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ പ്രായോഗിക വശം കൂടി ആലോചിക്കേണ്ടതുണ്ട്. സിറ്റിംഗ് ജഡ്ജിയെ കിട്ടാറില്ല പൊതുവിൽ, പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു ആവശ്യമാണ് വെക്കുന്നത്. ഇനി ഈ ജുഡീഷ്യൽ കമ്മീഷനെയൊക്കെ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുന്നത് കോടതിയിലേക്ക്. ആ കോടതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കോടതി അങ്ങനെ അവിടെ ഇരുന്ന് പലതും പറയും, നടപ്പാക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് നടപ്പാക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ നീക്കങ്ങളൊക്കെ സർക്കാരിനുള്ള മറുപടിയാണ് എന്ന് സ്ഥാപിക്കാൻ എങ്ങനെയാണ് കഴിയുക? വേണു, വളരെ കൃത്യമാണ്. എൻ്റെ അടുത്ത വാചകം കോടതിയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. ഇവിടെ നോക്കൂ, കോടതി ചില കമൻസ് പറഞ്ഞാൽ കോടതിക്കെതിരെ പോലും പറയുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും വേണ്ടപ്പെട്ടവരും എത്തിപ്പെട്ടിരിക്കുന്നു, ഭരണകർത്താക്കളും എത്തിപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, DYFഐക്കാരെ ഇതുപോലെ നേതാക്കന്മാരാക്കുന്നു. മറ്റേ ആ ചാലക്കുടിയിൽ അങ്ങോട്ട് ഒരു പുല്ലനുണ്ടല്ലോ, എന്താ പേര്, നിതിൻ പുല്ലൻ, അദ്ദേഹത്തെയൊക്കെ നേരിട്ട് നിർബന്ധമായും DYSP ആക്കേണ്ടതാണ്. കാരണം പോലീസിൻ്റെ അവിടെ ഒരു ITIയിലെ കോളേജിലെ വിജയാഘോഷം നടത്തിയത് DYSPയുടെ ജീപ്പ് അടിച്ചു തകർത്തുകൊണ്ടാണ്. സ്വാഭാവികമായും അദ്ദേഹം ഒരു DYSP ആകാൻ യോഗ്യനാണ്, പാർട്ടിക്ക് എല്ലാ അർത്ഥത്തിലും അദ്ദേഹം യോഗ്യനാണ്. ഇതുപോലെ ഞാൻ വേണം ചോദിച്ച ചോദ്യം, ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് പോലീസിനെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നു. ഇനി അവശേഷിക്കുന്ന ആശയുടെ ഏക തുരുത്ത് കോടതിയാണ്. ആ കോടതിയെ പോലും ചൊൽപ്പിടിയിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചില കേസുകളിൽ, മറിയക്കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയിട്ടുള്ള ചില കമൻറ്റുകളെ സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആ ജുഡീഷ്യറിക്ക് അവമതിപ്പുണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രതിപക്ഷം അതുകൊണ്ടാണ് പറയുന്നത്, മുഖ്യമന്ത്രിക്ക് മനോനില തെറ്റിയിരിക്കുന്നു. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകണതിന് മുമ്പ് ശ്രീ കെ എൻ ഗോപിനാഥ് താങ്കൾ കൈ ഉയർത്തിയതുകൊണ്ട് വേഗം ശരി വരാം. ജ്യോതി, ശ്രീ കെ എൻ ഗോപിനാഥ്. അടിയന്തരമായി ഒരു മെഡിക്കൽ ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ഈ
ജ്യോതികുമാർ, മാനുവലിനകത്ത് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് പോലീസിന് ഗുഡ് എൻട്രി കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അപാരമായ ഗവേഷണം നടത്തിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ആ മാനുവലിൻ്റെ ഒരു ഭാഗം വായിക്കാം. പാർട്ട് 1, റിവാർഡ്സ് ടു പോലീസ് ഓഫീസേഴ്സ്. 105A, rewards to police officers should not be given merely for proper performance of ordinary routine duties, but for exceptionally good work done in connection with their duties, including administration of the law, the maintenance of peace, safety, good order, and for the conduct displaying exceptional address, octness, industry, fidelity, and or courage എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാനദണ്ഡത്തിനകത്തൊക്കെ വരുന്നവർക്ക് കൊടുക്കാൻ കഴിയും. എനിക്കതേ പറയാനുള്ളൂ. വേണു ഇവിടെ ഒരു ചോദ്യമുണ്ട്. വേണു, ഇവിടുത്തെ പ്രശ്നം അറിയാമോ? ഇവിടെ അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാനും ചോദിക്കട്ടെ. ഇവിടെ കൊല്ലം ജില്ലയിൽ ഈ നവകേരള യാത്ര എത്തിപ്പെടുന്നത് വരെ യൂത്ത് കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ KSUവിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിച്ചു എന്നതിനപ്പുറത്തേക്ക് എന്ത് അക്രമ സംഭവം ഉണ്ടായിട്ടുള്ളത്? അവിടെയൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും DYFIക്കാർക്ക് തല്ലാൻ പാകത്തിന് പിടിച്ചു നിർത്തി കൊടുത്ത പോലീസുകാരെയാണോ ഇത്തരത്തിൽ ഗുഡ് സർവീസ് സെൻറ്റർ കൊടുക്കേണ്ടത്? ഒരു മന്ത്രിസഭ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. സ്വാഭാവികമായും ഇവിടെ എത്രയോ പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ട്, ഇവിടെ എത്രയോ പ്രസിഡന്റുമാർ കേരളം സന്ദർശിച്ചിട്ടുണ്ട്, എത്രയോ കേന്ദ്രമന്ത്രിമാർ കേരളം സന്ദർശിക്കാറുണ്ട്. അവർക്കൊക്കെ സുരക്ഷ കൊടുക്കാറുണ്ട്. ആ സുരക്ഷ കൊടുക്കുന്നത് സംസ്ഥാന പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. അത്തരത്തിൽ സുരക്ഷ കൊടുത്തത് കൊണ്ട് മാത്രം അവർക്ക് ഗുഡ് സർവീസ് സെന്റർ കൊടുക്കണം എന്ന് പറയുന്നിടത്തല്ല പ്രശ്നം. അവിടെ തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും സംസാരിച്ചാൽ ഞാനൊന്ന് പറയട്ടെ, ഞാനല്ലേ സംസാരിക്കുന്നത്, താങ്കൾ അസ്വസ്ഥപ്പെടാതിരിക്കുന്നേ, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. എന്റെ അവസരത്തിൽ താങ്കളുടെ കാര്യത്തിലല്ലോ. ഇവിടെ പ്രതിഷേധക്കാരെ ഇഷ്ടമല്ല, ശബ്ദങ്ങൾ ഇഷ്ടമല്ല. ഞാൻ വേണുവിന്റെ അനുമതിയോടെ സംസാരിച്ചുള്ളൂ. ഞാൻ വേണുവിനോട് അനുമതി ചോദിച്ച് വേണു യെസ് എന്ന് പറഞ്ഞതിന് ശേഷമേ ഞാൻ വിഷയത്തിലേക്ക് കടന്നിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത് എതിർ ശബ്ദം വരുന്നവരെ അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ, അതുപോലെ തന്നെ വിമത ശബ്ദം പുറപ്പെടുവിക്കുന്നവരെ, അവരെയൊക്കെ അടിച്ചമർത്തുക, തല്ലി തകർക്കുക, അവരെ ഇല്ലായ്മ ചെയ്യുക, അതിന് കൂട്ടുനിൽക്കുന്ന DYFIക്കാർക്ക് വേണ്ടി സംരക്ഷണം കൊടുക്കുന്ന പോലീസുകാർ, അഥവാ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ DYFIക്കാരെക്കാൾ മുമ്പിൽ നിന്നുകൊണ്ട് പോലീസിലെ ക്രിമിനലുകൾ എന്ന നിലയിൽ KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും തല്ലി ചതയ്ക്കുന്നവർക്ക് അവർക്ക് ഇത്തരത്തിൽ ഗുഡ് സർവീസ് സെന്റർ കൊടുക്കാനുള്ള നീക്കം ഇത് കേരളത്തിൽ കേട്ടുകഴിവില്ലാത്തതാണ്. കേരളത്തിലെ പോലീസ് സേനയെ, അവരുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ്. ശരി, ഞാൻ രണ്ടുപേരിലേക്ക് വരാം. ഞാൻ മറ്റു അതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീ NV ബാലകൃഷ്ണൻ, ഇവിടെ ജ്യോതി ശരിയായി ചൂണ്ടിക്കാട്ടിയതുപോലെ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഏകപക്ഷീയമായിരുന്നു ആക്രമണം. പ്രതിഷേധത്തെ അമർച്ച ചെയ്യുകയായിരുന്നു. നമ്മുടെ കൺമുന്നിലുള്ള കാര്യങ്ങളാണത്. ദൃശ്യങ്ങൾ സഹിതം അത് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ അത് കൊല്ലം മുതൽ പിന്നെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറുന്നു. അതും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് സമരത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും സ്വഭാവം മാറുന്നു എന്ന് പറഞ്ഞ ആ രൂപത്തിലേക്ക് അത് പോകുന്നത്. പക്ഷെ ഒരു കാര്യം അപ്പോഴും വ്യക്തമാണ്. കല്യാശ്ശേരിയിലെ KSU വിദ്യാർത്ഥി മുതൽ ഈ പറയുന്ന DGP ഓഫീസ് മാർച്ച് നടത്തിയ പ്രതിപക്ഷ നേതാവ് വരെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമാണ് കേരളത്തിലുണ്ടായത്. ചില സ്ഥലങ്ങളിൽ DYFIക്കാരാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ പോലീസ്. സേനയും സമാന്തര സേനയും ചേർന്നാണ് ഇവിടെ നീതി നിർവഹണം എന്ന പേരിൽ ഏറ്റവും വലിയ ഏകാധിപത്യ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ നടത്തിയിരിക്കുന്നത്. ആകെക്കൂടി ഇവർക്ക് എവിടെ നിന്നെങ്കിലും നീതിയുടെ ഒരു വെളിച്ചം കിട്ടിയത് മുഖ്യമന്ത്രിയുടെ ദൈനംദിനാഖ്യാനം മാത്രമാണല്ലോ ഇവിടെ എല്ലാവരും സ്വീകരിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നത്. എവിടെയെങ്കിലും ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ചത് കേരള ഹൈക്കോടതി മാത്രമാണ്, പിന്നെ ചില മജിസ്ട്രേറ്റ് കോടതികളും, അല്ലേ? ആ കാര്യത്തിൽ ഹൈക്കോടതിയെ പറ്റിയുള്ള നിർദ്ദേശവും ഏത് രൂപത്തിലാകും അതിൽ നിന്ന് വരുന്നത്, അതിന് കിട്ടാൻ പോകുന്ന പരിഗണന എന്നതും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. അവിടെ കിടന്ന് പറയും ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ നടപ്പാക്കും. പോലീസിനെ സംബന്ധിച്ച്, കോടതിയെ സംബന്ധിച്ച് ഈ നവകേരള യാത്ര അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ത് രൂപത്തിൽ അത് മാറ്റിയെടുത്തിരിക്കുന്നു എന്നാണ് ഈ ജനസമൂഹം മനസ്സിലാക്കേണ്ടത്. ശ്രീ NV ബാലകൃഷ്ണൻ. ഏറെ വിചിത്രമായ നിലയിലേക്കാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എൻ്റെ സുഹൃത്ത് ഗോപിനാഥ് പോലീസ് മാനുവലൊക്കെ ഉദ്ധരിച്ചിട്ട് പോലീസിന് എന്തിനൊക്കെ ഗുഡ് സർവീസ് സെൻറ്റർ കൊടുക്കാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം ആദ്യം ഉദ്ധരിക്കേണ്ടിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയായിരുന്നു. CPMൻ്റെ പരിപാടി വെച്ചിട്ടായിരുന്നു അദ്ദേഹം വിശദീകരിക്കേണ്ടത്. കാരണം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോപിനാഥ് ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ജ്യോതി ബാസു എന്ന് പറയുന്നൊരു പോളിറ്റ് ബ്യൂറോ ഉണ്ടായിരുന്നു. അദ്ദേഹം ദീർഘകാലം പടിഞ്ഞാറൻ ബംഗാളിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് അജോയ് മുഖർജിയുടെ ഒരു ഭരണം ബംഗാളിലുണ്ടായിരുന്നു.
അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു ജ്യോതി ബാസു. അക്കാലത്താണ് നക്സൽ ബാരിയിൽ കർഷക കലാപം ആരംഭിക്കുന്നത്. നക്സൽ ബാരിയിലെ കർഷക കലാപം എന്ന് പറഞ്ഞാൽ ചില്ലറപ്പെട്ട കാര്യമല്ല എന്ന് ഗോപിനാഥ് അംഗീകരിക്കുമല്ലോ. സായുധരായിട്ടുള്ള കൃഷിക്കാർ ഭരണകൂടത്തിനെതിരായി സമരം നടത്തുന്ന ഒരു പ്രശ്നമായിരുന്നു അത്. ആ സമരം നടക്കുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രി കസേരയിലുണ്ടായിരുന്ന ജ്യോതി ബാസുവിനോട് അജയ് മുഖർജി ആവശ്യപ്പെട്ടത് ഈ സമരത്തെ പോലീസിനെ അയച്ച് അടിച്ചമർത്തണം. അതിന് ജ്യോതി ബാസു പറഞ്ഞിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ജനകീയ സമരങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്ന് പറയുന്നത് ഞങ്ങളുടെ നയമല്ല. അതുകൊണ്ട് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം അത്തരമൊരു പ്രവൃത്തി നടത്താൻ പറ്റില്ല. അങ്ങക്ക് വേണമെങ്കിൽ എന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഈ ചുമതല ഏറ്റെടുത്തിട്ട് അങ്ങത് ചെയ്തോളൂ. അത് പിന്നീട് സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പോലീസിനെ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു മാനുവലാണ്. നേരത്തെ പോലീസിന്റെ മാനുവൽ ഗോപിനാഥ് ഉദ്ധരിച്ചല്ലോ. കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലീസിനെ എന്തിനൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇതുപോലൊരു സംസ്ഥാന സർക്കാരിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നത് എന്തിനാണെന്നുള്ള കാഴ്ചപ്പാടുണ്ട്. അത് വെച്ചിട്ട് ഗോപിനാഥ് പറയണം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്നത് ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള അങ്ങേയറ്റത്തെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള മർദ്ദന സംവിധാനമായിട്ട്, അങ്ങനെയാണല്ലോ നമ്മുടെ വിലയിരുത്തൽ. കമ്മ്യൂണിസ്റ്റുകാർ പോലീസിനെ കുറിച്ച് പറയുന്നത് ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമാണ്. സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പരിപാടിക്കനുസരിച്ച് പോലീസിനെ നിയന്ത്രിച്ച് അവരെ ജനകീയ സമരങ്ങളിലൊന്നും ഇടപെടാൻ വിടാതെ ലോ ആൻഡ് ഓർഡർ മെയിൻ്റെനൻസിന് മാത്രം ഉപയോഗിച്ച് അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണോ അങ്ങ്? അതുപോലെ തന്നെ അങ്ങയുടെ നേതാവാണ് പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാണ് പിഴച്ചത്? എവിടെ നിന്നാണ് നമ്മൾ മാറി സഞ്ചരിക്കാൻ തുടങ്ങിയത്? ഇപ്പോൾ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണോ? അതിനെക്കുറിച്ചാണ് അങ്ങ് വിശദീകരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പാർട്ടി നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം എന്തൊക്കെയോ പറയട്ടെ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ആ നിലയിൽ കാണാം. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ആ ചുമതല വഹിച്ചുകൊണ്ട് പറയുന്നത് ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. പൂച്ചട്ടി എടുത്തടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഹെൽമറ്റ് കൊണ്ട് അടിക്കുന്നത് കണ്ടിട്ടില്ല. ഗൺമാൻ ഈ പറയുന്ന ദണ്ഡ് RSSകാരുടെ ദണ്ഡ് ഉപയോഗിച്ച് വീശിയടിക്കുന്നത് കണ്ടിട്ടില്ല. ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ടില്ല. നിങ്ങൾ ഗോപിനാഥ് ഒന്ന് വിശദീകരിക്കുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര രംഗത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്തൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെയുള്ള ഒരു മുഖ്യമന്ത്രി മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനത് കണ്ടിട്ടില്ല. അദ്ദേഹം കാണുന്നത് കാര്യങ്ങളാണെങ്കിൽ അപ്പൊ പിന്നെ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഇതൊന്നും കാണാനുള്ള ശേഷി എനിക്കില്ല. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് അല്ല, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിലെ ദൃശ്യങ്ങളുണ്ടല്ലോ. ഇതിലെ ദൃശ്യങ്ങളുണ്ടല്ലോ, ദൃശ്യമാധ്യമങ്ങളിൽ ഇത് വന്നിട്ടുണ്ടല്ലോ, പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ ഇതിന്റെ ചിത്രങ്ങൾ. എനിക്കതൊന്നും കാണേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നിരാകരിക്കേണ്ട ഒരു ചോദ്യമാണോ അത്? എനിക്ക് കാണേണ്ട കാര്യമില്ല എന്ന് പിണറായി വിജയൻ എവിടെ വേണമെങ്കിലും ഇവിടുന്ന് പറയാം. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഭരണത്തലവനല്ലേ ആ കാര്യത്തിൽ ഒരു മറുപടി വരേണ്ടതല്ലേ? ഇന്നിപ്പോ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇവരിങ്ങനെ ആടിയും പാടിയും ഉല്ലസിച്ചുമാണ് ആ വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്ന്. അതിൽ ആ റിപ്പോർട്ടർ ഒരു ചോദ്യമായി ഈ പ്രതികരിച്ച മന്ത്രിമാരോട് ചോദിച്ചിട്ടുണ്ട്, ഈ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങൾ അതൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതിനകത്ത്? അപ്പോൾ ഈ വിദ്വാൻമാരായ മന്ത്രിമാർ പറഞ്ഞത്, ഞങ്ങളുടെ വണ്ടിയിൽ വെച്ചിരുന്ന ചാനലിൽ ഇതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഏത് ചാനലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വിചിത്രമായ കാര്യങ്ങൾ മാത്രം കാണാൻ കഴിയുന്നൊരു വണ്ടി, വിചിത്രമായ കാര്യങ്ങൾ മാത്രം കാണാൻ കഴിയുന്നൊരു ചാനൽ, ഇങ്ങനൊരു വിചിത്ര സംഘമാണ് 36 ദിവസം എന്നിട്ട് കേരളത്തിൽ സഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞത് ഈ നാട്ടിന്റെ മുഴുവൻ സ്പന്ദനവും ഉൾക്കൊണ്ടു എന്ന്. അതെ, അതാണ് പ്രശ്നം. നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്നവരാണ്. മാധ്യമ സ്വാതന്ത്ര്യം നമ്മൾ ഒരു ഫാസിസ്റ്റ് സർക്കാരിനെ താഴെത്തിറക്കുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനം വേണ്ടേ? അങ്ങനെ അഭിമാനിക്കുന്ന നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണം നിങ്ങൾ കേട്ടോ? രണ്ട് പെൺകുട്ടികൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ ചെരുപ്പെറിഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് പറയാനുള്ളത് കോടതിയിൽ പോയി പറ, ഞാൻ പോലീസ് പറയുന്നതാണ് വിശ്വസിക്കുക.
ഞാൻ പോലീസ് പറയുന്നതാണ് ഒരു പ്രയാസവും ഇല്ലാതെ പറയാണ്. ഞാൻ പോലീസ് പറയും, നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കോടതി പോയി. ശ്രീ എൻ വി ബാലകൃഷ്ണൻ ഇദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് സംവിധാനത്തെ പറ്റി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പരിഹാസ രൂപേണ പറയുകയുണ്ടായല്ലോ. അല്ല, അദ്ദേഹം പറഞ്ഞ എന്താണ്, ഈ നവകേരള സദസ്സ് സമാപനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അവിടെ ഹർത്താല് UDF നടത്താൻ തീരുമാനിച്ചിരുന്നു, കോൺഗ്രസ് നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയണം. അങ്ങനെ ഒരു ആലോചന പോലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുന്ന ഇന്റലിജൻസ് സംവിധാനമാണ് കേരളത്തിലുള്ളത് എങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പരമവിചിത്രമാണ് എന്ന്. ഇങ്ങനെയുള്ള ഗുഡ് സർവീസ് എൻട്രി കിട്ടുന്ന ആളുകളാണ് ഇദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളത്. നമുക്ക് സംശയമില്ലാതെ പറയാം, ADGP അനിൽകുമാർ, ഈ പറയുന്ന അനിൽകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ, MR അജിത് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണല്ലോ. ഈ ADGPക്ക് ഒരു ചരിത്രമുണ്ട്. നമുക്ക് കേരളത്തിന്റെ മുമ്പിലുള്ള, നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. ADGP അജിത് കുമാർ ഇതിനു മുമ്പ് എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ നമുക്കറിയാം. ഈ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിൽ ആ സംഭവവുമായി പേര് പറഞ്ഞിട്ടുള്ള ആളുകളെ വീട്ടിൽ ചെന്ന് മൊബൈൽ പിടിച്ചെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല, ഈ പ്രശ്നം മധ്യസ്ഥമാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒരുത്തനെ സ്വപ്ന സുരേഷിന്റെ അടുത്ത് വിട്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ്. ഇതൊന്നും നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങൾ തെളിവാജരാക്കാന്ന് പറഞ്ഞു പോയ ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് അടുത്ത എൻട്രി കിട്ടിയില്ലേ? ആ ഭാഗം കൂടെ അങ്ങ് പറയൂ. കിട്ടി, അതാണ്. അതെ, തീർച്ചയായും അദ്ദേഹത്തിന് അടുത്ത അവസരങ്ങൾ കിട്ടുകയാണ് ഈ നില. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് മൊറാലിറ്റി എന്ന് പറയുന്ന ഒന്നുണ്ട്. തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, ഇടതുപക്ഷം എന്നാണ് പേരെങ്കിൽ, ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള, ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള വലതുപക്ഷവൽക്കരണവും അതിൻ്റെ ഭാഗം, ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിട്ടുള്ള K കരുണാകരൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പോലും, അദ്ദേഹം കോൺഗ്രസ് ആണ്, വലതുപക്ഷക്കാരനാണ്, അദ്ദേഹത്തെ നമ്മൾ കരിങ്കാരി എന്നൊക്കെ ഒരു കാലത്ത് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ, എനിക്ക് അസറായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ, അവർക്ക് പോലും അറപ്പ് തോന്നുന്ന രൂപത്തിൽ പോലീസ് സേനയെ ഗുണ്ടാ സംഘമാക്കി മാറ്റി നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. അവരെ അവർക്കെതിരായ ഒരു അക്ഷരം ഞാൻ കണ്ടിട്ടില്ല എന്ന രൂപത്തിൽ അതിൻ്റെ മുന്നൊന്നും മറുപടി പറയാതിരിക്കുക. പത്രലേഖകന്മാർ തർക്കിക്കുമ്പോൾ നിങ്ങൾ തർക്കിക്കാൻ വന്നതാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. നിങ്ങൾ തർക്കിക്കാൻ വന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാധ്യമപ്രവർത്തകരുടെ ഡ്യൂട്ടി എന്താണ്, ജോലി എന്താണ്? ഒരു ഭരണാധികാരിയുമായി തർക്കിക്കുക എന്ന് പറയുന്നത് വാർത്ത ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് മാധ്യമപ്രവർത്തകരുടെ ജോലിയല്ലേ? അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം എന്തിനാണ് ക്ഷുഭിതനാകുന്നത്? എത്ര ക്ഷമാപൂർവ്വം അദ്ദേഹത്തിന് അതിന് മറുപടി പറയാം. ഒരു മറുപടിയും പറയാനില്ലാത്തത് കൊണ്ടാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ ക്ഷോഭിച്ച് മറുപടി പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ ഒരു മുഖ്യമന്ത്രിയുടെ പൊസിഷനിൽ ഇരുന്നിട്ട് കേരളത്തിലെ മൊത്തം ഈ ജനങ്ങളുടെ ഈ മുഖ്യമന്ത്രി എന്ന നിലയിൽ വളരെ അവധാനതയോടുകൂടി, വളരെ സാവധാനത്തിൽ, ഈ ഒന്നും ചെയ്തില്ലെന്നിരിക്കട്ടെ, ഇങ്ങനൊരു പ്രശ്നം ഉന്നയിക്കും അദ്ദേഹം പറയേണ്ടത് എന്താണ്? സാധാരണ പറയുന്നതാണ്, അത് പരിശോധിക്കാം, അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്കുള്ളത് ഞാൻ പരിശോധിച്ച് ആവശ്യമായ തീരുമാനം എടുക്കാം. ഇത് ഭരണാധികാരികൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഒരു പരിശോധനയും ഒന്നും നടക്കാറില്ല. പക്ഷെ അതിന് പകരം ധിക്കാരത്തിന്റെ മാത്രം ഒരു ധിക്കാരത്തിന്റെ അല്ല, ആ നിലപാട് എന്ന് പറയുന്നത് ഫലത്തിൽ ഗുണമൊന്നും ചെയ്യില്ലെങ്കിലും പക്ഷപാതരഹിതമായി ആ വിഷയത്തെ സമീപിക്കുന്നു എന്നൊരു പ്രതീതിയെങ്കിലും ഉണ്ടാക്കും. അത് പാടില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു പക്ഷത്ത് തന്നെയാണ്, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷത്ത്, ആ കൂട്ടരുടെ വക്താവായി മാത്രം നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. മറുപക്ഷത്തെ മുഴുവൻ ഗൂഢാലോചനക്കാർ അല്ലെങ്കിൽ ഈ ജീവൻ അപായപ്പെടുത്താൻ വരുന്ന ആളുകൾ ഈ രൂപത്തിലാണ് ഏകപക്ഷീയമായി അങ്ങ് നിർവചിക്കുന്നത്. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, കരിങ്കൊടി കൊണ്ട് എങ്ങനെ ജീവാപായം ഉണ്ടാകും? അപ്പൊ പറയുകയാണ്, അല്ല അവരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന്. ഒരു ക്യാമറയുമായി ഒരു മാധ്യമ പ്രവർത്തകൻ വരുമ്പോൾ അയാൾ എന്തെങ്കിലും ഒരു തിരക്കിനി ആ ഭാഗത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അപായപ്പെടുത്താൻ നോക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹം തന്നെ മാധ്യമങ്ങളോടത് പറയുകയാണ്. അസാധാരണമായ രൂപത്തിൽ വന്നു എന്ന് ക്യാമറയുമായി ഇനി എന്ത് അസാധാരണ രൂപത്തിൽ വന്നാലും അതുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോവുകയാണ്? ഈ ക്യാമറ കൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിഭ്രമാത്മകമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് അദ്ദേഹം പോകുന്നത് എങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ പറ്റിയല്ല 16 തവണ പറയേണ്ടത് സമനില തെറ്റി എന്ന്. അതെ, ഞാൻ പറയുന്നത്, ഞാൻ പിണറായി വിജയനെ കുറിച്ച് കൂടുതൽ പറയാത്തത്, അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരുന്നോണ്ടൊരു കാര്യമില്ല. പണ്ടൊരു ചൊല്ലുണ്ട്, ഉണ്ണുന്നവൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ വിളമ്പുന്നവൻ അറിയണമെന്ന്. അതുപോലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇനി എന്താണ് കേരളത്തിൽ സംസാരിക്കാനുള്ളത്? എൻ്റെ പ്രശ്നം അതല്ല.
ഗോപിനാഥിനെ പോലൊക്കെയുള്ള സഖാക്കൾ ഇതിങ്ങനെ സംസാരിക്കേണ്ടി വരുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ. ഉദാഹരണം, അദ്ദേഹം തുടക്കത്തിൽ തന്നെ കരിങ്കൊടി കാണിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പിണറായി വിജയന്റെ ജീവന് അപകടം വരുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഗോപിനാഥ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനും ഗോപിനാഥും ഒക്കെ ഒരുപാട് തവണ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. ആ കരിങ്കൊടി കാണിക്കുന്നതിന്റെ ഭാഗമായി ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ അങ്ങേ തല വരെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഗോപിനാഥ് ഒന്ന് ഓർത്തു പോകുന്നത് നന്നാകും. അത് ഞാനും ഗോപിനാഥും ഒക്കെ ഒരു കാലത്ത് ചെയ്തിട്ടുള്ള പ്രവൃത്തിയാണ്. അല്ലാണ്ട് കരിങ്കൊടി കാണിക്കുന്നത് കൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവാപായം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇനി മുഖ്യമന്ത്രിയുടെ ബസ്സിന് മുമ്പിലേക്ക് ചാടി അപായം, നിങ്ങൾ ആ വിഷ്വൽസ് ഒന്ന് എടുത്ത് കാണിച്ചിട്ട് പറ. മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് അതിന്റെ ഓരത്ത് നിന്നുകൊണ്ട് അവർ വിളിച്ചോണ്ടിരിക്കുകയാണ്, അതിനേക്കാൾ അപായകരമായ ഒരു പ്രവൃത്തിയുണ്ട്. ഈ അകമ്പടിക്കാരുണ്ടല്ലോ, ഈ ഗൺമാനും സംഘവും സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ പോക്ക് കണ്ടിട്ടില്ലേ ശ്രീ എൻ വി ബാലകൃഷ്ണൻ? പ്രതിഷേധക്കാരെ കാണുമ്പോൾ അവര് ഡോറ് തുറക്കുകയാണ് ചെയ്യുന്നത്. ഡോറ് തുറക്കുകയാണ്. അങ്ങനെയാണ് അത് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഒരാളുടെ കാൽപാദം ശസ്ത്രക്രിയ ചെയ്യേണ്ട അവസ്ഥ വന്നത്, ഒരു യൂത്ത് കോൺഗ്രസ്സുകാരന്റെ. അപ്പൊ അത്ര അപായകരമായിട്ടാണ് ഇവർ വാഹനം ഓടിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് ഈ ചാടി വീണ് ആത്മഹത്യാ സ്ക്വാഡാകുന്നവരെ സംരക്ഷിക്കാനാണ് ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന്. ശ്രീ ബി എൻ ഹസ്കറിലേക്ക് വരുന്നത് ശ്രീ കെ എൻ ഗോപിനാഥ് താങ്കൾ കൈയുയർത്തിയിരുന്നു, താങ്കൾക്ക് പറയാം. അല്ല, ഈ ജ്യോതികുമാരനും അതുപോലെ എൻ വി ബാലകൃഷ്ണനും കൊടുത്ത സമയത്തിൻ്റെ 1/4 പോലും ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ വേണു സമയം അനുവദിച്ചില്ല എന്നുള്ളൊരു പരിഭവം എനിക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയാം. ശ്രീ എൻ വി ബാലകൃഷ്ണൻ കെ എൻ ഗോപിനാഥ് എന്ന് പറഞ്ഞ എന്നെ പഴയ സുഹൃത്തുകാലവും കരിങ്കൊടി സമരമൊക്കെ കാണിച്ചത് ഓർമ്മപ്പെടുത്തിയത് എനിക്ക് വലിയ അതിയായ സന്തോഷമുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എൻ വി ബാലകൃഷ്ണനെ രോഷം കൊള്ളുന്ന പോലെ രോഷം കൊള്ളാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ അന്ന് കരിങ്കൊടി കാണിച്ച പോലെ ഇന്നും നാളെ ആവശ്യം വന്നാൽ കരിങ്കൊടി കാണിക്കാനുള്ള ജനകീയ സമരങ്ങളുടെ മുമ്പിൽ തന്നെ യാതൊരു നീരസവും ഇല്ലാതെ അന്നത്തെ അതേ പ്രസ്ഥാനത്തിൽ തന്നെ നിലനിൽക്കുകയാണ്. എനിക്കതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഒരു കുറച്ചിലും കാണുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ അവർ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, കേരളത്തിൽ നിന്ന് പുറത്ത് ബംഗാളിലേക്ക് പോയി ജനകീയ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ എനിക്കാവില്ല എന്ന് ജ്യോതി ബാസു അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പറഞ്ഞു. കേരളത്തിൽ EMS പറഞ്ഞിട്ടുണ്ട്, തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടില്ല. EMSൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു. അങ്ങനെ ഒരുപാട് മുഖ്യമന്ത്രിമാർ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിനകത്ത് ഭരിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ചരിത്രത്തിലാദ്യമായി ഒരു തുടർ ഭരണത്തിന് നേതൃത്വം കൊടുക്കുക. അദ്ദേഹം ഏതെങ്കിലും ജനകീയ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ കേരളത്തിനകത്ത് ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നവകേരള സദസ്സിൻ്റെ മുമ്പിൽ നിയമവിരുദ്ധമായി നടത്തിയിട്ടുള്ള പ്രശ്നമാണ്. അതിനെ ജനകീയ സമരം എന്ന് വിളിക്കാൻ കഴിയുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു മുദ്രാവാക്യം ഒന്ന് കേൾപ്പിച്ചു തരാമോ? നവകേരള സദസ്സിനെതിരായി ഇങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നതിന് വേണ്ടി കല്യാശ്ശേരി മുതൽ ചെറിയ ചെറിയ ഒറ്റപ്പെട്ട ഗറില്ല സമരം നടത്തി അവസാനം രാഷ്ട്രീയമായി തന്നെ അതിനെ തകർക്കാൻ വേണ്ടി തീരുമാനിച്ച് നടത്തിയിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള അക്രമ ആഹ്വാനം അടക്കം അത് എന്ത് ജനകീയ സമരമാണെന്ന് എൻ വി ബാലകൃഷ്ണൻ ഒന്ന് വിശദീകരിച്ച് തരാമോ? അതിൽ തൊഴിലില്ലായ്മയാണോ മുദ്രാവാക്യം? അതിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമെന്നാണോ മുദ്രാവാക്യം? ശമ്പളം കിട്ടാത്തവർക്ക് ശമ്പളം കൊടുക്കണമെന്നുള്ളതാണോ മുദ്രാവാക്യം? എന്തായിരുന്നു നിങ്ങളുടെ മുദ്രാവാക്യം? ഒരു ജനകീയ സമരത്തിന് അങ്ങനെ ചില മുദ്രാവാക്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത് ശുദ്ധ ആഭാസമാണ്. അതിനെ ജനകീയ സമരം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് തന്നെ അപമാനമാണ്. അങ്ങനെയാണ് കോൺഗ്രസ് ചെയ്തത്. കോൺഗ്രസ് തന്നെ റിയലൈസ് ചെയ്യണത്. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരുപാട് നാട്ടിൻപുറത്തെ ആളുകളുണ്ടല്ലോ ഈ കേരളത്തിനകത്ത്. അവരെല്ലാം കോൺഗ്രസിൻ്റെ ഈ തോന്നിവാസത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾ നാട്ടിലിറങ്ങി ഒന്ന് കാണൂ. വേണുവിന് 24 ചാനലിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടൊരു രോഷം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാധ്യമങ്ങളെല്ലാവരും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ തകർക്കാനും അതിനെതിരായി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പർവ്വതീകരിച്ച് ചർച്ച ചെയ്യാനും വേണ്ടി ആസൂത്രിതമായി നീങ്ങുന്നൊരു കാലഘട്ടത്തിൽ ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ പോകുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. അതുകൊണ്ട് ഏത് ജനകീയ സമരത്തെയാണ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അടിച്ചമർത്താൻ തീരുമാനിച്ച് പ്രഖ്യാപിച്ച് അതിനുവേണ്ടി പോലീസിന് കയറൂരിവിട്ട് പോലീസിന് അവാർഡും കൊടുത്ത് നീങ്ങിയിട്ടുള്ളത്? നിങ്ങൾ ശുദ്ധ അസംബന്ധം വിളിച്ചു പറയുക. അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. ഇവിടെ ഗറില്ല സമരമായിരുന്നു, ചാവേർ സമരമായിരുന്നു. ഇതുവരെ ആ സമരത്തിനൊരു മുദ്രാവാക്യം ഉണ്ടായിട്ടില്ല. നവകേരള സദസ്സ് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമാണ്. അതിനെ ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തു. കോൺഗ്രസ് ആ നിലപാടെടുത്തു. സന്തോഷം, അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ജനാധിപത്യത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഗവൺമെൻറ് ഈ പ്രക്രിയ അതിന് ആവേശപൂർവ്വം പങ്കെടുക്കുന്ന 10,000-കണക്കിന് ആളുകൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ വന്നില്ലേ? അതിനെ അടക്കം സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഒരു 16,000 പേര് വന്നപ്പോൾ തന്നെ 3-4 കുട്ടികൾ അപകട മരണത്തിൽപ്പെട്ടു. അതുകൊണ്ട് വലിയ മാസ് വരുന്നിടത്ത് പോലീസ് കാണിക്കുന്ന ജാഗ്രത വളരെ വലുതാണ്.
പോലീസ് മാത്രമല്ല. അതുകൊണ്ട് അത്തരം ആളുകളുടെ ഗുഡ് സർവീസിന് എൻട്രി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി ഒരു നിർദ്ദേശം പോലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ വിഷയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഇങ്ങനെ ഇരുപക്ഷത്തിനും ഉന്നയിക്കാമെങ്കിലും ചില സന്ദർഭങ്ങളിലെങ്കിലും കോടതി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് താങ്കൾക്ക് നിരാകരിക്കാൻ കഴിയുന്നതല്ല. അതെന്തായാലും പ്രതിപക്ഷത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതായിരുന്നില്ല, അവരെ പ്രതിരോധത്തിലാക്കുന്നതുമായിരുന്നില്ല. അതിപ്പോൾ ആലപ്പുഴ കോടതിയായാലും ഹൈക്കോടതിയായാലും ഏറ്റവും ഒടുവിൽ ആ ഒരു ന്യായാധിപൻ അവിടെ ഇരുന്ന് പറയേണ്ടതെല്ലാം പറഞ്ഞു. ആ കോടതിയെ അധിക്ഷേപിക്കുന്ന പരാമർശം മുഖ്യമന്ത്രി നടത്തിയപ്പോൾ പുറത്തൊരു പരിപാടിയിൽ നിന്നുകൊണ്ട് അതേ ന്യായാധിപൻ പറയുകയാണ് രാജാവാണ് എന്ന് ആരും ആരെയും പറ്റി കരുതരുത് എന്ന്. അപ്പോൾ ലഭിക്കുന്ന സന്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ ഇതൊന്നും ഈ പ്രതിപക്ഷത്തെ പറ്റിയുള്ളതല്ല. വേണു, നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങൾക്ക് ഇടപെടുന്നതിനുള്ള അധികാരം കോടതികൾക്കില്ല. അത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറിയക്കുട്ടിയുടെ ഏതു ഹർജിയെയും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സമീപിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അദ്ദേഹം വ്യക്തിപരമായും കുറെ കൂടെ ഹൃദയപക്ഷത്ത് നിന്നും പലപ്പോഴും പല ഹർജികളെയും അദ്ദേഹം സമീപിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉത്തരവുകളെ പലപ്പോഴും കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും മറ്റ് ഉപരികോടതികളും അർഹിക്കുന്ന പരിഗണന മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള വസ്തുത അങ്ങ് മനസ്സിലാക്കണം. അദ്ദേഹം ഒരു വളരെ ഹൃദയവിശാലതയോടുകൂടി ഹർജികളെ സമീപിക്കുന്ന വ്യക്തിയാണ്. മറിയക്കുട്ടിയുടെ കേസിലും സംസ്ഥാന സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. ആ നയപരമായ തീരുമാനത്തിൽ ഇടപെടുന്നതിന് അദ്ദേഹത്തിന് കഴിയില്ലെന്ന് തുറന്നു സമ്മതിച്ചുകൊണ്ടാണ് ആ ഹർജി മാറ്റിയത്. അപ്പോൾ ഈ ഒരു ഒബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്ന തരത്തിൽ ഹർജിയുടെ ഘട്ടത്തിൽ അദ്ദേഹം പലപ്പോഴും പല ചോദ്യങ്ങൾ ഗവൺമെൻറ് പീരീഡോട് ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ വലിയ വാർത്താ പ്രാധാന്യങ്ങൾ നേടാറുമുണ്ട്. സമൂഹത്തിൽ ഒരു തരത്തിൽ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതിന് അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ സമൂഹത്തിൻ്റെ നീതീകരിക്കുന്ന തരത്തിൽ ചരിത്രത്തെ മറന്നുകൊണ്ട്, ചരിത്രത്തെ നിരാകരിച്ചുകൊണ്ട് അങ്ങനെ കരുതാൻ കഴിയില്ല. കാരണം ചരിത്രത്തിൽ ആദ്യമായി ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ ലോകത്താദ്യമായി ഒരു സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലായിരുന്നു. ശരിയാണ്. അങ്ങ് ആ കോടതിയെയും ആ ന്യായാധിപനെ പറ്റി പ്രത്യേകം പറഞ്ഞത് ഒരു പരിമിതിയുടെ ഭാഗമായിട്ടാണ് എന്നുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം ഓർപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഈ ഒരു ഒറ്റ കേസ് എടുത്തുകൊണ്ട് ആ കാര്യത്തിൽ എന്ന് വെച്ചാൽ മറിയക്കുട്ടി എന്ന് പറഞ്ഞൊരു കേസെടുത്ത് ആ കാര്യത്തിൽ കോടതിക്ക് ഇടപെടാൻ കഴിയും. പക്ഷേ ഒരു മറിയക്കുട്ടിയല്ല, ഒരുപാട് മറിയക്കുട്ടിമാരുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിൽ ഇടപെടാൻ കഴിയില്ല. ആ ഭാഗം അങ്ങ് ശ്രദ്ധിച്ചില്ലേ? അതൊരു പരിമിതിയാണോ, അതൊരു സാധ്യതയാണോ? ആ സാധ്യത എന്ന് പറയുന്നത് ആരെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായി വന്നതാണ്. വേണു, ഒരു മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഒരു മറിയക്കുട്ടിയുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ അല്ല കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൽ 64 ലക്ഷം പേരുടെ സാമൂഹ്യക്ഷേമ പെൻഷനുകളാണ് കൈകാര്യം ചെയ്യുന്നത്. സ്വാഭാവികമായും UDFൻ്റെ ഭരണകാലത്ത് അത് 32 ലക്ഷമായിരുന്നു. 18 മാസം കുടിശ്ശികയുണ്ടായിരുന്നു. ഒരു മറിയക്കുട്ടിയും തെരുവിൽ തെണ്ടിയില്ലെന്നേ. ഒരു മറിയക്കുട്ടിയും കേരള ഹൈക്കോടതിയിൽ 10,000 രൂപ ചിലവാക്കി ഹർജി കൊടുക്കാൻ പോയിരുന്നില്ല. 600 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷനാ ഇന്ന് 1,600 രൂപയായിട്ട് ഈ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെയും അന്ന് കണ്ടില്ല. ഒരു മാധ്യമവും കണ്ണുനീര് വാർത്തില്ല. ഒരു മാധ്യമവും ചർച്ചകൾ അന്ന് ആ കാലഘട്ടത്തിൽ ഉയർത്തിയിരുന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രണ്ടാം വരവ് ചില മാധ്യമങ്ങൾക്കെങ്കിലും പൊള്ളുന്ന യാഥാർത്ഥ്യമായിട്ട് വന്നിട്ടുണ്ട്. ആ പൊള്ളലിൽ നിന്ന് ഏതു വിധേനയും നുണപ്രചരണം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തകർക്കണം എന്ന ഉദ്ദേശം ചില മാധ്യമങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ, ഞാൻ ചോദിക്കട്ടെ, നവകേരള സദസ്സ് തന്നെ എടുക്കൂ. നവകേരള സദസ്സ് 136 മണ്ഡലങ്ങളിൽ 36 ദിവസം സഞ്ചരിച്ച് തിരുവനന്തപുരത്തെത്തി. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനകീയ മന്ത്രിസഭ മുഴുവൻ മന്ത്രിമാരും ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്. 15,000 മുതൽ 25,000 ആളുകൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒത്തുകൂടി. നിങ്ങൾ ആ വാർത്ത കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി 2 or 3 ആളുകൾ എവിടെയെങ്കിലും ഇരുന്ന് കരിങ്കൊടി കാണിക്കുമ്പോൾ ആ കരിങ്കൊടി സമരത്തെയാണ് നിങ്ങൾ വ്യഗ്രതയോടുകൂടി പർവ്വതീകരിച്ച് വാർത്തയാക്കാൻ നിങ്ങൾ ശ്രമിച്ചത്. ഞങ്ങളുടെ പ്രവർത്തകർ ആരെയെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ അത് തല്ലിയതാണ് നിങ്ങൾക്കൊരു വലിയ അക്ഷന്തവ്യമായ അപരാധമായി കാണുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല തല്ലുകൊള്ളുന്നത്. നിങ്ങൾക്കറിയോ, 1948 പുന്നപ്ര വയലാർ സമരത്തിൽ വാരിക്കുന്തവുമായി മാത്രം നിന്ന പാവപ്പെട്ട സഖാക്കൾക്കു നേരെ വെടിയുതിർത്ത് നിരവധി പേർ രക്തസാക്ഷിയ ഒരു സമരമുണ്ട്. അതിനുശേഷം ശൂരനാട് കലാപം, ശൂരനാട് എന്നൊരു നാട് വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. അന്ന് ചൂരനാട് നടന്നിട്ടുള്ള നരനായാട്ട്. അതിനുശേഷം കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു വിഖ്യാതമായ പ്രസംഗം ഉണ്ടെന്നേ. ഒരു യുവ MLA താൻ MLA ആയി ഇരിക്കുമ്പോൾ ലോക്കപ്പിൽ കടന്ന് തല്ലുവാങ്ങിയതിൻ്റെയും താൻ ഉടുത്തിരുന്ന വസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിയമസഭയിൽ നടത്തിയുള്ള വിഖ്യാതമായ പ്രസംഗം. അത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനായിരുന്നു. നിങ്ങളിപ്പോൾ വലിയവായി വേവലാതി കൊള്ളുന്നുള്ളൂ. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമരത്തിന് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു എന്ന്. വന്ധ്യവയോധികനായ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിലുണ്ടായിരുന്നു, സഖാവ് VS അച്യുതാനന്ദൻ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞതാണെന്നേ പോലീസ്. അന്ന് കേരളത്തിലെ നിരാഹാര സമരം നടത്തിയ, വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരം നടത്തിയ നിരാഹാര പന്തലിന് നേരെ പാഞ്ഞടുത്ത് പോലീസ് ഒരു നിരാഹാര സമരം നടത്തുന്ന ഒരു സഖാവിൻ്റെ കൈത്തണ്ട തല്ലിയൊടിച്ചിട്ടുണ്ട്. മറ്റാരുമല്ല, അത് സഖാവ് KN ബാലഗോപാലിൻ്റെതാണ്. എറണാകുളത്ത് സ്വാശ്രയ കോളേജ് സമരത്തിൻ്റെ ഭാഗമായി ഒരു യുവാവിനെ തല്ലിച്ചതച്ച് വസ്ത്രം പിഞ്ചിക്കീറിയ നിലയിൽ പഞ്ഞിക്കിട്ടിട്ടുണ്ട്. ആ യുവാവ് മറ്റാരുമല്ല, പോലീസാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ നിയമമന്ത്രിയാ. അല്ല, പോലീസ് ചെയ്ത. അപ്പൊ നിങ്ങളിപ്പോ പറയുന്നത് പോലീസിന്റെ നരനായായിട്ട് ഈ കഴിഞ്ഞ 36 ദിവസം എന്ന വീമ്പിളക്കുക നിങ്ങൾ. അതല്ലെന്നേ, കേരളത്തിലെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന മുഴുവൻ മന്ത്രിമാരും അത്തരത്തിൽ തല്ലുകൊണ്ട് തല പൊട്ടിയിട്ടുള്ള ആളുകളാണെന്നേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നേതൃത്വത്തിൽ വരുമ്പോൾ പോലീസ് എങ്ങനെ പ്രവർത്തിക്കണമെന്നും പോലീസ് എങ്ങനെയൊക്കെ നിയന്ത്രിക്കണമെന്നും കൃത്യമായിട്ട് അറിയാം. 36 ദിവസം കേരളത്തിലെ ക്രമസമാധാന നില തകരാതിരിക്കാൻ കണ്ണിലെ കൃഷ്ണമോലി പോലെ കാത്തു സൂക്ഷിച്ചതിനാണ് ഗുഡ് സർവീസ് എൻട്രി. അതിനെ തെറ്റ് കാണാൻ കഴിയുമോ നമുക്ക്? അങ്ങനെ തെറ്റിദ്ധരിക്കാനും ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഏറ്റവും ആവർത്തിച്ചുയരുന്ന ഒരു ചോദ്യം, അത് ജ്യോതി കേട്ടല്ലോ. എന്തിനായിരുന്നു നിങ്ങളുടെ സമരം? എന്തായിരുന്നു അതിന്റെ മുദ്രാവാക്യം? അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ളവർ തള്ളി പറഞ്ഞിരിക്കുന്നു ഈ സമരത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീ KN ഗോപിനാഥ് അടക്കമുള്ളവർ വാദം നിരത്തുന്നു. അതിനുള്ള മറുപടി വരട്ടെ, ഞാൻ കീഴിൽ നിന്ന് മുകളിലോട്ട് പോകാം. ഇവിടെ ഹസ്കർ പറഞ്ഞു നിർത്തിയത് ഇവിടെ പിന്നെ ഒരു മറിയ കുട്ടിയെക്കുറിച്ചാണ്. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ പിന്നെ നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ജഡ്ജിമെൻറ്റൊക്കെ അത് അങ്ങനെ നിൽക്കും. മേൽക്കോടതികൾ അത് കണ്ടിട്ടുണ്ട്. മണിക്കുമാർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ജഡ്ജിമെൻറ്റെല്ലാം മാറ്റി എഴുതിയ ചരിത്രവുമുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ പോയപ്പോൾ പിന്നെ കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലർ പുനർനിയമനം ഉൾപ്പെടെ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി അദ്ദേഹം പറഞ്ഞ കൂടുതലൊന്നും ഞാൻ പറഞ്ഞു പോകുന്നത് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളം. ഒരു അഭിഭാഷകനായ ഹസ്കർ ഇവിടെ വന്നതെന്ന് ന്യായം പറയരുത്. നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ കൊടുത്ത മറുപടിയുണ്ട്. അതിൽ 3 മാസമേ ഉണ്ടായിരുന്നുള്ളെന്നും അതൊരു ട്രാൻസാക്ഷൻ പീരീഡിൽ നടന്നതാണെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ നമ്മുടെയൊക്കെ കൈവശമുണ്ട്. എന്നിട്ടും അതിന് എന്തിനെങ്ങനെ വിടുവായത്വം പറയുന്നത്? ഇനി അദ്ദേഹം പറഞ്ഞു സമര ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ LDF നേതാക്കന്മാരുടെ സമര ചരിത്രത്തെക്കുറിച്ച് ഒരു എക്സാമ്പിൾ ഞാൻ ആ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെ എടുക്കാം. P. രാജീവ്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഞാൻ ആവർത്തിക്കുകയാണ്. P. രാജീവ് സമരം നടത്തിയത്, അദ്ദേഹത്തെ പോലീസ് തച്ചു തകർത്തത് സ്വാശ്രയ കോളേജുകൾക്ക് എതിരായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നാണ്. ആ P. രാജീവ് ഇപ്പോൾ വ്യവസായ മന്ത്രിയാണ്, ശരിയാണ്. P. രാജീവ് യാത്ര ചെയ്യുന്നത് മുഖ്യമന്ത്രിയോടൊപ്പമാണ്, ശരിയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എവിടെയാണ് പഠിച്ചത്? മാസപ്പടി വാങ്ങിയ മുഖ്യമന്ത്രിയുടെ മകൾ പഠിച്ചത് സ്വാശ്രയ കോളേജിലല്ലേ? ഞാൻ കൂടുതൽ പറയേണ്ടതുണ്ടോ? ഈ മന്ത്രിമാരിൽ എത്ര പേരുടെ മക്കൾ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് എന്ന് താങ്കളൊന്ന് വ്യക്തമാക്കാമോ? അപ്പോൾ ആ സമര രീതികളെക്കുറിച്ചും ആ സമരത്തെക്കുറിച്ചും ഒന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ലോക ചരിത്രത്തിലാദ്യമായി സർക്കാർ സഞ്ചരിക്കുന്ന സർക്കാരിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ലോക ചരിത്രത്തിലാദ്യമായി, കേരള ചരിത്രത്തിലാദ്യമായിട്ടാണ് ബാർ ഹോട്ടലിൽ മന്ത്രിസഭാ യോഗം ചേരുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായും പിണറായി വിജയന് തന്നെയാണ്, ഒരു തർക്കവുമില്ല. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വന്നാൽ, ഇവിടെ പാർട്ടി എന്തുമാത്രം അധപ്പതിച്ചു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വേറെ ചർച്ചയൊന്നും ആവശ്യമില്ല, തർക്കമൊന്നും ആവശ്യമില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഒരു CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ ക്യാപ്റ്റനെ കുറിച്ച് അഥവാ പോളിറ്റ് ബ്യൂറോ അംഗത്തെക്കുറിച്ച് അതിലെ സഹമന്ത്രി സെക്രട്ടേറിയറ്റ് അംഗം VN വാസവൻ പറയുന്നത് ദൈവത്തിൻ്റെ വരദാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ്. ഒരു പക്ഷേ VN വാസവൻ അത് പറയാമായിരിക്കാം. അതൊന്ന് തിരുത്താൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം അതിൽ ആനന്ദലബ്ധിയിൽ ആറാടുകയാണെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് അദ്ദേഹത്തിന്. ദൈവത്തിൻ്റെ വരദാനം എന്നൊക്കെ പറയും. ആരാണ്? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി പിന്നെ ഇവരുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതല്ലോ. ഇവരെന്നും ഈ ക്രിമിനലുകളെ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും CPM-ന്റെ പാർട്ടി ഓഫീസുകളിൽ മാവോയുടെയും സ്റ്റാലിൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ച് ആരാധിക്കും, പിന്നെ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യാറുണ്ട്. സ്റ്റാലിൻ്റെ പ്രതിമ ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ അവരൊക്കെ കൊന്നൊടുക്കിയ ജീവനുകൾ ഏറ്റവും അവസാനം അവർക്ക് കൊടിസുനിയും കിർമാണി മനാജും ഉൾപ്പെടെ എന്തിനേറെ പറയുന്നു കുഞ്ഞനന്തൻ ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി സ്തൂപമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിലെല്ലാം അദ്ദേഹം ഏറ്റവും സമർത്ഥനായ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ക്രിമിനലുകളെ ഗ്ലോറിഫൈ ചെയ്ത സംസ്കാരം ഇവർക്കുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ ഇപ്പോഴത്തെ ചർച്ചയിൽ എന്താ വിഷയം, ഇവിടെ ക്രിമിനലുകളായ ഒരു സേനയെ ക്രിമിനൽവൽക്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഇവരിറക്കിയിട്ടുള്ള ഉത്തരവ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ ദാസ്യപ്പണി ചെയ്യുന്നവർ പല സർക്കാരിൻ്റെ പല ഭാഗത്തും പല പോസ്റ്റുകളിലും ഇരിക്കട്ടെ, ചാവേറുകളായിട്ടുള്ളവരുണ്ട്, ഉണ്ട്, ശരിയാണ്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. വിജിലൻസിലും ക്രൈംബ്രാഞ്ചിലും ഒക്കെ അങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ടുണ്ട്. പക്ഷേ നേരിട്ട് പോലീസ് സേനയിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചാണ്. അത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ സംബന്ധിച്ച്, ക്രിമിനൽ വൽക്കരിക്കുന്നതിനെ സംബന്ധിച്ചാണ്. നോക്കൂ, ഇവിടെ യൂത്ത് കോൺഗ്രസിലെ ഇവർക്കെന്താണ് ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ഒന്ന് പറഞ്ഞിട്ടെ, എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ സംഭവിക്കാം. താങ്കൾക്ക് ഇനി ഇടവേളയ്ക്ക് പോകാനാണെങ്കിൽ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് സമയം തന്നാൽ മതി. ഏതായാലും യൂത്ത് കോൺഗ്രസിനെ തല്ലിച്ചേർച്ചാണോ അവരുടെ മാനദണ്ഡം, KSUകാരെ തല്ലിച്ചേർച്ചാണോ അവരുടെ മാനദണ്ഡം, വാഹനത്തിൽ നിന്നിറങ്ങി തല്ലിച്ചേർച്ചാണോ അവരുടെ മാനദണ്ഡം, അതോ അംഗവൈകല്യമുള്ളവരെ തല്ലിച്ചേർച്ചാണോ അവരുടെ മാനദണ്ഡം, അതോ DYFIക്കാർക്ക് യൂത്ത് കോൺഗ്രസിനെ അടിക്കാൻ വേണ്ടി സഹായം ഉണ്ടാക്കി കൊടുത്താണോ അവരുടെ മാനദണ്ഡം? ഏതായാലും ഏത് മാനദണ്ഡത്തിൻ്റെ പേരിലായാലും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം ഇത്തരത്തിൽ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഒത്താശ ചെയ്യുന്ന രീതിയിലേക്ക് ഈ നേതാക്കന്മാരെല്ലാം മാറുമ്പോൾ ഇതൊരിക്കലും നമുക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. ഇനി ചോദിച്ചു ഞങ്ങളുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് എന്താണ് ഗറില്ല സമരം എന്നൊക്കെയാണ് നമ്മുടെ ഗോപിനാഥ് പറഞ്ഞത്. ഞാൻ ഗോപിനാഥിനോട് തിരിച്ചു ചോദിക്കട്ടെ, ഗവർണർ സെക്രട്ടറി നമ്മുടെ എയർപോർട്ടിലേക്ക് പോയപ്പോൾ ഗവർണറെ തടഞ്ഞു. 3 സ്ഥലത്തൂടെ ചേർന്ന് 3 സ്ഥലത്തൂടെ ചേർന്ന് 18 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കേസെടുത്ത മുഴുവൻ ആളുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആഭാസ സമരം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കോൺഗ്രസിനെ പിന്നെ എന്താ പറയുന്നത്, സ്നേഹിക്കുന്നവരൊക്കെ ഇതിനെതിരായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ദൈവത്തിൻ്റെ വരദാനം എന്ന് പറയുന്നത് ഇതേ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ്. ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ ശ്രീ ഗോപിനാഥനോട് ചോദിക്കട്ടെ, എൻ്റെ സുഹൃത്തു കൂടിയാണ്. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം, മുഖ്യമന്ത്രി ഈ കല്യാശ്ശേരിയിൽ നടന്ന മർദ്ദനത്തെ സംബന്ധിച്ച് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഗോപിനാഥ് വിശ്വസിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അന്ന് അവർ കരിങ്കൊടി ഉയർത്താനിടയായ സാഹചര്യം, അവരെ ഞങ്ങൾ മുൻകൂട്ടി ഒരു പ്രതിഷേധ സമരവും വിഭാവനം ചെയ്തിട്ടില്ലായിരിക്കെ അവരെ കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലിലെടുക്കുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട്? അതിൻ്റെ ഭാഗമായിട്ടാണ് കരിങ്കൊടി കാണിച്ചത്. അങ്ങനെ കരിങ്കൊടി കാണിച്ചാൽ അവരെ തല്ലിച്ചതയ്ക്കുമോ, ചെടിച്ചട്ടി എടുത്ത് തല്ലിച്ചതയ്ക്കുമോ, അവരെ ഹെൽമെറ്റ് എടുത്ത് തല്ലിച്ചതയ്ക്കുമോ? അത് കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഗോപിനാഥ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി പറയാമായിരുന്നല്ലോ, ഞാൻ പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ലോ ആൻഡ് ഓർഡർ നോക്കാൻ വേണ്ടി, ഞാൻ ഒരിക്കലും ഈ ക്രിമിനലുകളെ ഏൽപ്പിച്ചിട്ടില്ല, DYFIക്കാരെ ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് അവരത് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നല്ലോ. തുടർന്ന് ഇങ്ങോട്ട് പിന്നെ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ടും അത് മാതൃകാ പ്രവർത്തനമാണെന്നും അത് തുടരണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയല്ലേ ഈ സംസ്ഥാനത്ത് ഇത്രയും കലാപാഹ്വാനം നടത്തി ഏറ്റവും അവസാനം ഈ പറയുന്നത് എന്താണ്, അംഗപരിമിതനെ മർദ്ദിച്ചത് കണ്ടില്ലെന്നുണ്ടോ? മുഖ്യമന്ത്രി ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ചത് കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് വിശ്വസിക്കുന്നുണ്ടോ ഗോപിനാഥ്? അത് വിശ്വസിക്കുന്നുണ്ടോ? ശരിയാണ്. ജ്യോതികുമാറിനുള്ള മറുപടി. അല്ല, ഈ വേണു, ഞാനും ഒരുപാട് സമരങ്ങളെ നേരത്തെ അഷ്കർ ചൂണ്ടിക്കാണിച്ച പോലെ ഒരുപാട് ജനകീയ സമരങ്ങളെയും നിയമവിരുദ്ധമായ സമരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മന്ത്രിമാരെ തെരുവിൽ തടയുന്ന സമയത്ത് ഞാൻ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു. എന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ അങ്ങ് കയറി പൊക്കി പിടിച്ചിട്ട് വാഴക്കാല ജംഗ്ഷനിൽ വെച്ചൊരു മതിലുമ്പിലേക്ക് എറിഞ്ഞു. വാസ്തവത്തിൽ വേണുവിനെ പോലുള്ള ചാനലുകളും വേണുപോലെ പോലുള്ള മാധ്യമ റിപ്പോർട്ടർമാരും ഒക്കെ അന്നുണ്ടായിരുന്നെങ്കിലെന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരാൾ കരയാനുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ തൊഴിലില്ലായ്മ വേതനം കുടിശ്ശിക വരുത്തിയതും തൊഴിലവകാശം മൗലികാവകാശമാക്കണം എന്നുള്ള 12 ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മന്ത്രിമാരെ തെരുവിൽ തടഞ്ഞത്. അതിൻ്റെ ക്ലൈമാക്സിലാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ഉണ്ടായത്, MV രാഘവനെ തടഞ്ഞ സന്ദർഭത്തിനകത്ത്. അതുകൊണ്ട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ എന്ത് സമരം നടന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ശരിയല്ല. ഇത് നവകേരള സദസ്സ്, അത് പ്രതിപക്ഷത്തിന് അതിന് ബോയ്ക്കോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ബോയ്ക്കോട്ട് ചെയ്തോട്ടെ. പക്ഷെ അതിനെ തടസ്സപ്പെടുത്താൻ അവർക്ക് എന്താണ് അവകാശം? പാവങ്ങളായിട്ടുള്ള ആളുകളെ പറഞ്ഞു വിട്ട് 1-2 പേരെ ആയിട്ട് അവിടെ എവിടെയൊക്കെ പോയി ഒളിച്ചിരുന്നിട്ട് അതിൻ്റെ മുമ്പിൽ ചാടിക്കോടാനാണ് പറയണത്. മാന്യന്മാരായിട്ടുള്ള നേതാക്കന്മാർ പുറത്തു വന്നത് എപ്പോഴാണ്? തിരുവനന്തപുരത്തേക്ക് വന്നതിന് ശേഷം. അതിനുമുണ്ടായിരുന്നില്ല. ഈ പാവപ്പെട്ട ആളുകളെ അവർ കതർ പോലും ഇട്ടിട്ടില്ല, അല്ലാത്തവരെ കൊണ്ടുവന്നിട്ടാണ് ഈ കരിങ്കൊടിയും കാണിച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്നത്. അതൊക്കെ യഥാർത്ഥത്തിൽ ക്രിമിനൽ നടപടികളാണ്. അതാണ് ക്രിമിനൽ നടപടികൾ. അല്ല, മന്ത്രിസഭയെയും ആ മന്ത്രിമാരെ എല്ലാം സംരക്ഷിക്കുന്ന പോലീസ് എങ്ങനെ ക്രിമിനൽ ആവും?
അതുകൊണ്ട് ഇത് എന്തിലേക്കുമുള്ള ഒരു എൻട്രി അല്ല, ഗവൺമെന്റിന്റെ തെറ്റായിട്ടുള്ള വിധത്തിലുള്ള നടപടിയല്ല. ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനൽ സംഘങ്ങളെ സഹായിക്കുകയും പോലീസിനെ സഹായിക്കുകയും ചെയ്യുന്നത്. ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചത് മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ ക്രിമിനൽ. മുഖ്യമന്ത്രിയുടെ ക്രിമിനൽ വാസനയാണ് അവിടെ തെളിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഒളിഞ്ഞിരുന്ന ക്രിമിനൽ ജ്യോതികുമാർ എന്നോട് തട്ടിക്കരുതാ ജ്യോതികുമാർ. അതുകൊണ്ട് മിണ്ടാതിരി. ഞാൻ പറയട്ടെ ഇപ്പോ മിണ്ടാതിരിക്കുമ്പോ. നിങ്ങൾ എന്നോട് തട്ടിക്കയറിയതാ. ക്രിമിനലുകൾ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും ക്രിമിനലുകൾ എന്ന് വിളിച്ചാൽ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഒന്നാം നമ്പർ ക്രിമിനൽ. അത് പറയുന്നതിന് ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. അദ്ദേഹത്തിന്റെ മനോനില തെറ്റിയിരിക്കുന്നു. അദ്ദേഹത്തെ മെഡിക്കൽ ബോർഡിനെ കൊണ്ട് പരിശോധിപ്പിക്കണം അടിയന്തരമായി. ശരി, ശ്രീ കെ എൻ ഗോപിനാഥ്, വേഗം അങ്ങയുടെ മറുപടിയോടെ എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രിയുടെ ആണോ കമ്മ്യൂണിസ്റ്റുകാരുടെ ആണോ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ആണോ ജ്യോതികുമാറിന്റെ ആണോ മനോനില തെറ്റിയിരിക്കുന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തിക്കോളും. അതൊക്കെ നമ്മൾ കാണാൻ പോവല്ലേ. കേരളത്തിനകത്തൊരു ഭരണ തുടർച്ച തന്നെ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കിട്ടിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഭരണരംഗത്ത് ഒരു ഭരണ തുടർച്ച ലഭിച്ചത് തീർച്ചയായിട്ടും അതിന് നേതൃത്വം കൊടുത്ത് പിണറായി വിജയൻ തന്നെയാണ്. അതിനകത്തൊന്നും വേറെ വിഷമമുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്തൊന്നും വേറെ വിഷമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. കോൺഗ്രസ് ഇന്ത്യക്കകത്ത് വലിയ ശക്തിയാണ് എന്ന് പറയുന്ന കോൺഗ്രസ് അനുദിനം എന്നോണം BJPയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോലും മറ്റു വിഷയങ്ങളിലേക്ക് പോകേണ്ട. ശ്രീ കെ എൻ ഗോപിനാഥ്, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.